Good morning, all. Okay, good morning. ഞാനൊരു പുതിയ ആളാണ് അല്ലേ? മിസ്സിന് ഒരു കുറച്ച് ലീവ് ആവശ്യമുണ്ട്. അതിനെ പെട്ടെന്ന് തിരിച്ചു വരും. അതുവരേക്ക് നിങ്ങളുടെ പോർഷൻസ് ഇതാകാവേണ്ട അവസ്ഥക്കാണ്. അപ്പൊ പുതിയതായിട്ട് ഇപ്പോ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് നിങ്ങളുടെ ഡിസാസ്റ്റർ എന്നുള്ള ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. പേര് സോറി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, എത്രയും പെട്ടെന്ന് വരുമായിരിക്കും. അപ്പൊ എന്തായാലും ക്ലാസ്സുകളൊന്നും മിസ്സാക്കാനുള്ള ഓർത്തിട്ട് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു പോവാം. ഇപ്പോ ഡിസാസ്റ്റർ റിസൾട്ടിന്റെ പോർഷൻ തുടങ്ങിയ കണ്ടിന്യൂ എടുക്കാണ് ചെയ്യുന്നത്. അതിന്റെ ലാസ്റ്റ് ഭാഗമായില്ലേ ഡിസാസ്റ്റർ കോഡ്സ് വരെ അതിന്റെ റെക്കോർഡ് കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ആരെങ്കിലും ഷെയർ ചെയ്യാ പേജ് നമ്പറൊക്കെ. കാരണം പുസ്തകങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. എന്തായാലും ലാസ്റ്റ് ടൈമിൽ ഞാനൊരു 10 മിനിറ്റ്സ് അൺമ്യൂട്ട് ആക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതൊക്കെ. അപ്പൊ ആ ടൈമിലാണെങ്കിലും ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം റെസ്പോൺസ് കോഡ്സ് എന്ന് പറയുമ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ദുരന്തം അല്ലെ, എത്രയും പെട്ടെന്ന് എല്ലാവരെയും ഇൻഫോം ചെയ്ത് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെ, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ആ കോഡുകൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിലെ റെഡ് കോഡ് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാറുണ്ട് കോഡ് പിങ്ക് ആണ്. കോഡ് പിങ്ക് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. കോഡ് പിങ്ക് ഈസ് ആക്ടിവേറ്റഡ് വെൻ ആൻ ഇൻഫന്റ് or child is confirmed missing from the NICU, labor room, ward or from the pediatric ward. Okay, നമുക്കറിയാം ഒരു കുട്ടി അല്ലെ, ആ കുട്ടി എന്നല്ലെങ്കിൽ എന്താണ് NICU എന്ന് പറയുന്നത് എന്താണ് ഓർമ്മയുണ്ടോ? മെസ്സേജ് അയക്കാം. നേറ്റീവ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, കുട്ടികളുടെ ICU ആണ്. അപ്പൊ അതല്ലെങ്കിൽ ലേബർ റൂം, വാർഡ് അല്ലെ, അതിൽ നിന്നെല്ലാം ഏതെങ്കിലും രീതിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെയുള്ള കുട്ടികൾ മിസ്സാവുന്നുണ്ട് എങ്കിലാണ് എന്ത് നമ്മൾ ഏത് കോഡ് യൂസ് ചെയ്യുന്നത്? കോഡ് പിങ്ക്. ഓക്കെ, കോഡ് പിങ്ക് എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്? ചൈൽഡ് ഈസ് കൺഫേർഡ് ബൈ മിസ്സിംഗ് ഫ്രം ദ NICU, ലേബർ റൂം, വാർഡ് ഓർ ഫ്രം ദ പീഡിയാട്രിക് ഫ്ലോർ. അപ്പൊ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, കോഡ് പിങ്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മിസ്സിംഗ് ഓഫ് ചൈൽഡ് അല്ലെ, ഇൻഫന്റ് എന്ന് പറയുമ്പോൾ ജനിച്ച കുട്ടികൾ അല്ലെ, ജനിച്ച കുട്ടികള് മിസ്സാവുന്നതിന് ഉപയോഗിക്കുന്ന കോഡാണ് കോഡ് പിങ്ക്. അല്ലേ? കേണോ ഫസ്റ്റ്? നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫന്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ്, നോട്ടിഫൈ ദ സെക്യൂരിറ്റി സൂപ്പർവൈസർ 1745 ഇമ്മീഡിയറ്റ്ലി. നമുക്കറിയാം ഇങ്ങനെ കുട്ടി മിസ്സായി ഇങ്ങനെ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി സൂപ്പർവൈസറിനെ 1745 എന്നുള്ള രീതിയിൽ ആ ഒരു നമ്പറിൽ തന്നെ അറിയിക്കേണ്ടതാണ്. ദെൻ എന്താ വീണ്ടും പറയുന്നത്? secure the immediate area if possible, allow no one to enter or exit until the arrival of the security staff. സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരേക്കും ആ ഒരു വിഭാഗത്തിൽ നിന്ന് ആരെയും പുറത്ത് വിടാനോ അകത്തേക്ക് കയറാനോ അനുവദിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും എന്താണ് സെക്യൂരിറ്റി വരുന്നത് വരേക്കും
ആരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. പുറത്തു നിന്ന് ആരെയും ഇങ്ങോട്ടേക്ക് ആ ഏരിയയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യരുത്. കാരണം അവിടെ നിന്നാണ് കുട്ടി മിസ്സായി പോയിരിക്കുന്നത് അല്ലെ. ചെക്ക് സ്റ്റെയർവേസ്, ലോഞ്ചസ്, വെയിറ്റിംഗ്, ഓക്കെ, വെയിറ്റിംഗ് റൂംസ് ആൻഡ് റെസ്റ്റ് റൂംസ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, നമുക്കറിയാം ഒരു സംഭവം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യേണ്ടവരെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കെയർഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം അല്ലെ. അപ്പൊ വേറെ ഭാഗത്തേക്കൊക്കെ എവിടേക്കായിരിക്കോ കൊച്ചിന് എങ്ങനെയെങ്കിലും എന്താണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്ലേസുകളൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ സ്റ്റെയർവേസിലോ ലോഞ്ചസിലോ വെയിറ്റിംഗ് റൂംസിലൊക്കെ കുട്ടി അല്ലെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് നടപടിയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇൻഫോം ചെയ്യേണ്ട പിങ്ക് കോഡ് അനുസരിച്ചിട്ട് അത് ഇൻഫോം ചെയ്യണം. എന്താണ് സെക്യൂരിറ്റി നമ്പറിലെ ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം വരുന്നത് വരേക്കും തന്നെ ആരെയും അതിൽ നിന്ന് പുറത്തു വിടുകയോ ആരെയും പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുക. ഇതിനെന്താണ് എല്ലാവരുടെയും സെർച്ച് ചെയ്യുക അല്ലെ. എവിടെയെങ്കിലും കുട്ടി മിസ്സായിട്ട് ഉണ്ടോ, എവിടെയെങ്കിലും ഉപേക്ഷിച്ച നിലയിൽ വെച്ച് പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നിരീക്ഷിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് 2 കോളം ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. Question: anyone carrying a large duffel bag, packages and trying to conceal an object under their clothing. അതായത് ആരെങ്കിലും എന്താണ് ക്ലോത്തിന്റെ അടിയിൽ വെച്ചോ അല്ലെ മറച്ച് പിടിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പാക്ക് ചെയ്തോ അല്ലെങ്കിൽ വലിയ ടവൽ ബാഗിലൊക്കെ എസ്കേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും അങ്ങനെ കണ്ടോ എന്നുള്ളതൊക്കെ ആരോടെങ്കിലും ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയാണോ കുട്ടിയെ കുട്ടിഞ്ഞു കൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ ക്ലോത്തിന്റെ അടിയിൽ വെച്ച് കൊണ്ടുപോയത് ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടോ എന്നുള്ള കാര്യം ചോദിച്ചറിയുക. In the event that someone is observed that fit into the above category, call security and do not lose the sight of that person. In case അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റിയെ കോൾ ചെയ്യുക. അദ്ദേഹം വരുന്നവരേക്കും ഒരിക്കലും ആ സൈറ്റ് അവരിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് അല്ലെ നമ്മൾ കണ്ടെടുക്കരുത്. കാരണം ആ വ്യക്തിയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ട് ആ വ്യക്തിയെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. Then if that suspected person attempts to leave the building prior to the arrival of security officers, do attempt to start the person in any way possible. Okay, in case നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സംശയാസ്പദമായിട്ടുള്ള പേഴ്സൺ അവിടെ നിന്നും വിട്ടുപോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസറിന് ശ്രദ്ധയിൽ അവരെ വിട്ടു പോകരുത് അല്ലെ. അവരെ നിരീക്ഷിച്ച് ഇന്ന പിന്നെ പേഴ്സൺ എന്നുള്ള കാര്യം ഇൻഫോം ചെയ്ത് അവരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കാം. If the person does get into a vehicle, get a good description of the vehicle and the vehicle number at notify security. Okay, in case നമുക്കറിയാം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ തന്നെ ചിലപ്പോൾ മിസ്സായി പോകും അല്ലെ. ഈ വ്യക്തി അങ്ങനെ പോകുന്ന വ്യക്തി ഒരു വണ്ടി എടുത്താണ് പോകുന്നതെങ്കിൽ ആ ഒരു പിക്ചർ ആ വണ്ടിയുടെ പിക്ചർ ഏത് വണ്ടിയാണോ പ്രത്യേകിച്ച് നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി പേഴ്സണെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഭാഗത്തില് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോഡ് പിങ്ക് ആണ്. കോഡ് പിങ്ക് എന്ന് പറയുന്നത് മിസ്സിംഗ് ഓഫ് ഇൻഫന്റ് ചൈൽഡിനെ കുറിച്ചിട്ടാണ്. ആ ഇൻഫന്റ് ചൈൽഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു നമ്പർ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, 1745 അറിയിക്കേണ്ട നമ്പർ. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അല്ലെ, കേസ് ശ്രദ്ധയിൽ ഒരു പേഴ്സണെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ആ പേഴ്സണെ നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ കേസ് അവരുടെ കണ്ണം വെട്ടിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റിയെ ഇൻഫോം ചെയ്യുക. വെഹിക്കിൾ വെച്ച് കടന്നു കളയുകയാണ് എങ്കിൽ ആ വെഹിക്കിളിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഇന്ന വണ്ടി ഇന്ന കളറ് അല്ലെ നമുക്ക് ചെയ്യാം അറിയാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതില് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ാണോ കോഡ് പിങ്ക്? എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്തോ നിങ്ങള്? നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തോ? ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തൊരു കോഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഇപ്പൊ പോട്ടെ.
നമുക്ക് നെക്സ്റ്റ് നോക്കാം കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ചിൽ എന്താ പറയുന്നത്? ഹസാർഡ്സ് മെറ്റീരിയൽസ് സ്പിൽ സച്ച് ആസ് കെമിക്കൽ സ്പിൽസ്, മെർക്കുറി സ്പില്ല്, ഗ്യാസ് ലീക്ക്, ഹസാർഡ്സ് ഡ്രഗ് സ്പില്ല് എക്സെട്ര. Hazardous materials spill requires immediate attention to prevent the contamination of the environment. ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപകടം പിടിച്ച എന്തെങ്കിലും പ്രവർത്തികൾ അല്ലെ, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്പില്ലുകളുണ്ട് അല്ലെ, ചോർച്ചകളൊക്കെ കാര്യങ്ങളൊക്കെ വരാം. നമുക്കറിയാം കെമിക്കൽ ചോർച്ച, ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും. എന്താണ് ഒരുപാട് സ്പില്ലേജ് വേസ്റ്റുകളുണ്ട് അല്ലെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതില് അത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലുള്ള കോഡാണ്, അത് ഇൻഫോം ചെയ്യുന്നതിന് പേരുന്ന കോഡാണ് കോഡ് ഓറഞ്ച്. ഓക്കെ, ഹസാർഡ്സ് മെറ്റീരിയൽസ് സ്പില്ല് സച്ച് ആസ് കെമിക്കൽ സ്പില്ല്, മെർക്കുറി സ്പില്ല്, ഗ്യാസ് ലീക്ക്, ഹസാർഡ്സ് ഡ്രഗ് സ്പില്ല്. ഓക്കെ, ഇതൊക്കെ എന്തിൽ പെടാം? സ്പില്ല് അല്ലെ, അതൊക്കെ ഹസാർഡ്സ് സ്പില്ലിൽ പെടാവുന്ന ചോർച്ചകളാണ് അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ പെടാമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായാൽ നോക്കാം. എന്താണ് ഹസാർഡ് മെറ്റീരിയൽ സ്പില്ല് സച്ച് ആസ് കെമിക്കൽ സ്പില്ല് അല്ലെ, കെമിക്കൽ ആയിട്ടുള്ള ഘടകങ്ങള്, മെർക്കുറിയുടെ സ്പില്ലേജ്, ഗ്യാസിന്റെ, അതേമാതിരി തന്നെ ഡ്രഗ് സ്പില്ല്, ഇതെല്ലാം തന്നെ നമുക്കറിയാം ഫാർമസി അല്ലെ, ഫാർമസിയിലൊക്കെ സ്പില്ലേജ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അതില് ആ ചാപ്റ്ററിൽ. അപ്പൊ അത്തരത്തിലുള്ള സ്പില്ലേജുകളെല്ലാം ഏത് കോഡ് ഉപയോഗിച്ചിട്ടാണ്? കോഡ് ഓറഞ്ച് ഉപയോഗിച്ചിട്ടാണ്. Hazardous materials spill requires immediate attention to prevent the contamination of the environment. നമുക്കറിയാം ഹസാർഡ്സ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ എടുക്കണം, പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം അതിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഹസാർഡ്സ് മെറ്റീരിയൽസ് സ്പില്ലേജ് സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മലിനീകൃതമായിട്ടുള്ള ആ എൻവയോൺമെന്റ് പശ്ചാത്തലം വൃത്തിയാക്കാനായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കണം. അതിന്റെ കോഡ് എന്താണ്? ഹസാർഡ്സിന്റെ കോഡ് എന്താണ്? ഏത് കോഡാണ്? ഏത് കളർ കോഡാണ്? ഹസാർഡ്സ് വില്ലേജ് ഓറഞ്ച്. ഓക്കെ, മറക്കാതിരിക്കുക. ഹസാർഡ്സ് വില്ലേജിന്റെ ഒക്കെ കോഡ് എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. If the spill is in your work area, remove the people patient from the area. Call the operator to initiate the code orange. ഓക്കെ, നമുക്കറിയാം അങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിനൊക്കെ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം അല്ലെ, ആ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പേഷ്യൻസിന് സാധിക്കണം അല്ലെ. ചിലപ്പോഴെങ്കിൽ അവർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. കെമിക്കലൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസമുട്ട തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിന്റെ ഇഷ്യൂസ് ഒക്കെ, സ്കിൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്താണ് കോഡ് ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് കോഡ് ഓറഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ ഇൻഫോം ചെയ്യുക. അലേർട്ട് അതർ ഇൻ ദ ഏരിയ, കൺഫൈൻ ദ സ്പിൽ ഇഫ് പോസിബിൾ ടു ഡു ഇത് സേഫ്ലി. നമുക്കറിയാം സുരക്ഷിതമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിനെ അലേർട്ട് കൊടുക്കുക, ഇന്ന സ്ഥിതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇൻഫർമേഷൻ കൊടുക്കുക. Then cordon off the area and post warning sign. Do not attempt to clean up any spill without the appropriate personal protective equipment. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒന്നും ധരിക്കാതെ ആ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് നിർദ്ദേശിക്കാൻ പാടില്ല. നമുക്കറിയാം എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? ഓർമ്മയുണ്ടോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് മാസ്ക്, കോട്ട്, ഗ്ലൗസ്, മാസ്ക്. ഓക്കെ, അപ്പൊ അതെല്ലാം തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ പെടുന്നതാണ് അല്ലെ. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ട് വേണം ഈ ഭാഗത്തിലുള്ള ഷൂസുകളെല്ലാം ധരിച്ചിട്ട് ഓക്കെ അത് ആ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. Then use an appropriate spill kit after cleanup. Dispose of all personal protective equipment and spill material as a hazardous waste. നമുക്കറിയാം അവിടെ സ്പിൽ കിറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെ, അവിടെ മാനുഫാക്ചേഴ്സ് അല്ലെ ആ ഒരു ക്ലീനിങ് ഏരിയയിൽ ഏതൊക്കെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എത്ര സമയം അവിടെ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന മാനുഫാക്ചർ നിർദ്ദേശിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ അവിടെയുള്ള ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക. അത് മാത്രമല്ല അത്തരത്തിലുള്ള ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ ഡിസ്പോസ് ചെയ്യുക അല്ലെ. നമുക്കറിയാം ഹസാർഡ് വേസ്റ്റ് ബിന്നിലൊക്കെ കൃത്യമായിട്ടുള്ള ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡ് വേസ്റ്റ് ബിന്നിൽ തന്നെയായിരിക്കാം
അത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം നിക്ഷേപിക്കാനായിട്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ആ മെറ്റീരിയൽസ് എല്ലാം നിക്ഷേപിക്കാൻ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മൂന്ന് കോളമും ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ ഹസാർഡ്സ് സ്പില്ലിവേജിന്റെ കോഡ് ഏതാന്നുള്ളത് മറക്കാതിരിക്കുക. കോഡ് എന്താണ്? ഓറഞ്ച് ആണ്. അങ്ങനെ ഇതെല്ലാം നിങ്ങൾ സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ധരിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ളതും അതേമാതിരി തന്നെ ഹസാർഡ് വേസ്റ്റുകൾ ഒക്കെ എവിടെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള ഹസാർഡ് വേസ്റ്റ് ബിന്നിൽ തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് ഫോർ all people in the area during the cleanup procedure if the skin is contaminated was the area with the soap and water for at least 5 minutes or a short thoroughly notified ICN nursing supervisor CMO if an accidental exposure of person. ഇതില് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമ്മളൊരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമല്ലേ? ഒരു ഹസാർഡ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പീപ്പിൾസിനെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം. വേറെ എന്താണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലേ, നമ്മളിപ്പോ സ്കിന്നൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ട് തന്നെയായിരിക്കും ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എങ്കിൽ കൂടി എന്തെങ്കിലും പൊള്ളലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് സോപ്പ് വാട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ വരാതിരിക്കാനായിട്ട് സോപ്പ് വാട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും എന്താണ് ഷവർ, അതായത് നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ കയ്യില് എങ്ങനെ ക്ലീൻ ചെയ്ത് പോകത്തക്ക വിധത്തില് ട്രോലി നമ്മുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യുക. പിന്നെ എന്താണ് അവിടെ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സുമാരെയൊക്കെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മുടെ സ്കിന്നുമായിട്ട് എന്തെങ്കിലും ചാൻസ് അല്ലെ, അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരെയൊക്കെ അറിയിക്കുക. അതേമാതിരി തന്നെ സൂപ്പർവൈസർ CMO അല്ലെ, നമുക്കറിയാം ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഇഫാന് ആക്സിഡന്റൽ എക്സ്പോഷർ ഓക്കേഴ്സ് എന്തെങ്കിലും പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ CMOനൊക്കെ അറിയിച്ച്, നമുക്കറിയാം അത് ക്ലീൻ ചെയ്യുന്ന ടൈമിലൊക്കെയാണ് എന്തെങ്കിലും ചാൻസുകൾ ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ യൂണിറ്റിനെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കണം. അതേമാതിരി തന്നെ ചീഫ് മെഡിക്കൽ ഓഫീസർ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ഈ പൊട്ടിത്തെറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെ അറിയിക്കണം? ആരെ അറിയിക്കേണ്ടത്? CMOനെ അറിയിക്കണം അല്ലെ, ചീഫ് മെഡിക്കൽ ഓഫീസർ. എന്നിട്ട് നോട്ട് ചെയ്യണോ? ICN എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സാണ്. CMO എന്ന് പറയുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. നമുക്കറിയാം എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്ത് അത് നേടിയെടുക്കണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ കണ്ടു കോഡ് ഓറഞ്ച് എന്തിനെ സ്ഥാപിക്കുന്നതാണ്? ഹസാർഡ് മെറ്റീരിയൽസ് സ്കില്ലുമായി ബന്ധപ്പെട്ട കോഡാണ് കോഡ് ഓറഞ്ച്. ഫസ്റ്റ് നമ്മൾ കണ്ടു ഇൻഫന്റ് അല്ലെ, കുട്ടികളുമായി ബന്ധപ്പെട്ട മിസ്സിംഗ് ഇൻഫന്റുമായി ബന്ധപ്പെട്ട കോഡ് പിങ്ക്. നെക്സ്റ്റ് കോഡ് ഓറഞ്ച്. അല്ലേ? എന്തെങ്കിലും കിട്ടാത്തയുണ്ടോ? ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയക് റെസ്പിറേറ്ററി അറസ്റ്റ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെ, അല്ലെങ്കിൽ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോഴുണ്ടാവുന്ന ഒരു ഇതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ആ കോഡുകൾ നിങ്ങൾ മാറിപ്പോവാതെ തന്നെ പഠിക്കണം കേട്ടോ. കോഡ് ഓറഞ്ച് ഏതാണ്, കോഡ് പിങ്ക് ഏതാണ്, കോഡ് ബ്ലൂ ഏതെന്നൊക്കെ ഉള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. കോഡ് ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ കാർഡിയക് റെസ്പിറേറ്ററി അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലൂ. ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. റിപ്പോർട്ട് ബൈ ഡയറിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 664. ബിഗിനർ CPR ACPLS. ഓക്കെ, CPR എന്ന് പറയുന്നത് എന്താണ്? ഓർമ്മയുണ്ടോ CPR എന്നൊക്കെ പറയുന്നത്? കാർഡിയക് പൾമിനറി റെസിസ്റ്റൻസ് ആണ്. പെട്ടെന്ന് നമ്മൾ CPR കൊടുക്കേണ്ട ഒരു ആവശ്യഘട്ടം എപ്പോഴാണ് വരിക?
നമ്മുടെ ഹേർട്ടിനൊക്കെ അല്ലെ, നമ്മുടെ ശ്വാസം നിലച്ചു പോകുന്ന ഒരവസ്ഥയിലൊക്കെയാണ് പെട്ടെന്ന് തന്നെ ഹേർട്ടിന്റെ ബീറ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് CPR കൊടുക്കുന്നത് അല്ലേ? ആണോ? ഓക്കെ. ഇൻ കേസ് CPR കൊടുക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്കറിയാം ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ CPR എന്നായിരിക്കും കൊടുക്കുന്നത്. അവിടെ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും CPRന്റെ ഈ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് SELS എന്ന് പറയുന്നത്. SELS എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. SELS എന്നല്ല, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. CPRും SELSും എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടോ? നിങ്ങൾ ആരെങ്കിലും, എനിക്ക് തോന്നുന്നു എളുപ്പത്തില് ഞാൻ ഇങ്ങനെയാണ് പൊതുവെ ക്ലാസ് എടുക്കുമ്പോൾ ഏതെങ്കിലും അബ്രിവേഷൻ വരുമ്പോൾ ആരെങ്കിലും എളുപ്പത്തിൽ മെസ്സേജ് അയച്ചാൽ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോ എന്താണ്, അറിയാവുന്നവര് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. CPR എന്ന് പറയുമ്പോൾ എന്താണ്? കാർഡിയാക് പൾമിനറി റെസ്പിറേറ്ററി. SELS എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പോയിട്ടുണ്ടാവും, ആംബുലൻസിലൊക്കെ എടുത്ത് പോയിട്ടുണ്ടാവും. ഡിഫിബ്രിലേറ്റർ എന്നുള്ള ഒരു മെഷീനാണത് അല്ലെ. ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം എന്താണ് പെട്ടെന്ന് ശരീരത്തിൽ അമർത്തി അല്ലെ, നെഞ്ചോട് ചേർത്ത് അമർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഞരമ്പ് ചേർത്ത് ചെയ്ത് ഇടിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഹൃദയം ഇടിക്കാൻ തുടങ്ങുന്നതനുസരിച്ചിട്ട് തന്നെ അവർക്ക് കൂടെ ആംബുലൻസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ട് തന്നെ അവർ മരുന്നും ഒക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കനാലിലൂടെ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വീണ്ടും രോഗിയെ പുനർജീവനം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ CPRന് പകരമായിട്ട് കൊടുക്കുന്നതാണ് SELSന്റെ സഹായം. ആ SELS എന്ന് പറയുന്ന ഡിഫിബ്രിലേറ്റർ മെഷീനൊക്കെയാണ്. ഓക്കെ. അപ്പൊ CPR അല്ലെങ്കിൽ SELS പ്രോട്ടോകോൾ, അതനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ അത് ബിഗിൻ ചെയ്യുക, കൊടുക്കുക. എന്താ വേണ്ടി പറയുന്നത്? റിമൂവ് വിസിറ്റേഴ്സ് ഫ്രം ദ ഏരിയ റൂം. നമുക്കറിയാം പെട്ടെന്ന് ശ്വാസം ഒക്കെ ശ്വസിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തൊക്കെ ഉണ്ട്. പക്ഷെ മറ്റുള്ളവരെ ഒന്നും പുറത്തുനിന്നൊന്നും പ്രതീക്ഷിപ്പിക്കാതെ അവർക്ക് ഫ്രീ ആയിട്ട് ശ്വാസത്തെ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ കോഡ് ബ്ലൂ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ്. Then reported dialing emergency operator number ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓരോന്നിനും ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് അല്ലെ. അതുകൊണ്ട് ആ നമ്പേഴ്സും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. 664. Then എന്താണ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ CPR കൊടുക്കുക, അല്ലെങ്കിൽ SELS അഡ്വാൻസ്ഡ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ഡിഫിബ്രിലേറ്റർ മെഷീന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സെൻഡ് ഫ്ലമോട്ടമി എന്ന് പറയുന്നത് ഈ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അതിനല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് പുനർജീവനത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ് അവർക്ക് പിടിച്ചു തുടങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെയായിരിക്കും കനാലിലൂടെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അതായത് രക്തം പഠിക്കുന്നതിനായിട്ട് ഒരു കാനുള്ള ഉപയോഗിച്ചൊരു സാധാരണയായിട്ട് കയ്യിൽ ഒരു പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ എന്താണ് വെയിനിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ്. അപ്പൊ അതാണ് ഫ്ലെബോട്ടമി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അതിനുശേഷം സെക്കൻഡ് ഫ്ലെബോട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ കൊടുത്തു തുടങ്ങാം. രോഗിയെ എന്താണ് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സ്റ്റാർട്ടിങ്ങുകൾ ആരംഭിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. Then next, resume normal operations. Only designated team member will respond to the CPR area.
നമുക്കറിയാം. അടുത്തതായിട്ട് എന്താണ് നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നതനുസരിച്ചിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ആദ്യം തന്നെ എന്താണ് വ്യക്തിയുടെ ആ ഒരു കാർഡിയക് അറസ്റ്റ് അല്ലെ അത് വരാൻ സാധ്യതയുള്ളത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് റെസ്പിറേറ്ററി തടസ്സങ്ങൾ ഉളവാകാൻ സാധ്യതയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാം. ആ അവസരത്തിനോടൊപ്പം തന്നെ വേണമെങ്കിൽ അഡ്വാൻസ് മെഷീൻ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കാവുന്നതാണ്. ദെൻ അതിനുശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവരൊന്നുകൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ആ ടൈമിലൊക്കെ നമുക്കറിയാം പുറത്തുനിന്നുള്ള ആൾക്കാരെയൊന്നും കേൾക്കാതിരിക്കാനൊക്കെ ശ്രമിക്കാം. ദെൻ അതിനുശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ് അല്ലെ ഡോക്ടറിന്റെ സാന്നിധ്യത്തില് നമുക്കറിയാം അടുത്ത സ്റ്റെപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെയാണോ? അപ്പൊ അബ്രിവേഷൻ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. ആ നമ്പർ നോട്ട് ചെയ്യുക. എന്തിനെ കുറിച്ചിട്ടാണ് കോഡ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ല മരുന്നുകളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ECG സർവീസ് നമ്മള് കാർഡിയോഗ്രാഫ് അതായത് നമ്മൾ ECG ഒക്കെ എടുത്തതിന് ശേഷമാണ് ഓക്കെയാണ് അല്ലെ ഇവിടെ ഇലക്ട്രോകാർഡിയോഗ്രാഫും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവര് ഓക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്നും പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലാവുമ്പോഴാണ് പിന്നെ സാധാരണ നാച്ചുറൽ നോർമൽ ആയിട്ടുള്ള രീതിയിലൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഫസ്റ്റ് CPR കൊടുക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് സിസ്റ്റം യൂസ് ചെയ്യുക. അതിനുശേഷം എന്താണ് അവർക്ക് മെഡിസിൻ ആവശ്യമായിട്ടുള്ളത് കൊടുക്കുക. ECG സർവീസുകളൊക്കെ നോക്കി അത് ഉറപ്പുവരുത്തുക. അതിനുശേഷം അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. അങ്ങനെ പൾസും കാര്യങ്ങളൊക്കെ എടുത്ത് ഉറപ്പുവരുത്തിയിട്ടൊക്കെ ആയിരിക്കും അടുത്ത നോർമലായിട്ട് ആ വ്യക്തിയെ കൈകാര്യം ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കോഡ് ഓർമ്മയിലേക്ക് വരുത്താനായിട്ട് കോഡ് പിന്നെ എന്താണ് കോഡ് ഓറഞ്ച് എന്താണ് കോഡ് ബ്ലൂ എന്താണ് ജസ്റ്റ് നോക്കാം. അല്ലേ? അടുത്തൊരു കോഡിലേക്ക് പോകാം. നെക്സ്റ്റ് കോഡ് യെല്ലോ മേച്ചർ ആണ്. യെല്ലോ മേച്ചർ എന്തായാലും ഡിസാസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണ് ഡിസാസ്റ്റർ എന്നുള്ള കാര്യത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞതായ കാര്യം തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കോഡ് യെല്ലോ മേച്ചർ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ വിത്ത് ബി റിസീവിംഗ് പേഷ്യൻസ് ഇൻ എക്സസ് നോർമൽ. എക്സ്റ്റേണൽ ആയിട്ട് പുറമെ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് അധികമായിട്ടുള്ള രോഗികളെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയായിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കോഡ് യെല്ലോ മേച്ചറിൽ വരുന്നത്. ഓക്കെയാണോ? കോഡ് യെല്ലോ മേച്ചർ എന്തിനാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ അസോസിയേറ്റ് സംഭവിക്കുമ്പോൾ ഹോസ്പിറ്റല് റിസീവിംഗ് പേഷ്യൻസിന്റെ ആക്സസ് നോർമൽ സാധാരണ കവിഞ്ഞ രോഗികളെ ഹോസ്പിറ്റലിൽ സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കോഡ് യെല്ലോ മേച്ചർ വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻ പ്ലാൻസ് മാനുവൽ upon learning of an alert
all departments should active their department's specific disaster plan as outlined in the hospital emergency procedures manual. Okay, നമ്മൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ആക്ഷൻ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ തന്നെ എന്താണ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഷുഡ്, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അവിടെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും തന്നെ ഓരോ വ്യക്തികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അധികമുള്ള വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിലും മാക്സിമം അതിനനുസരിച്ചിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ കൂടി എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് അവിടെ നിന്നും കുറച്ച് പേരെ അല്ലെ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് എത്തിക്കേണ്ടതായിട്ട് വരും. മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന വ്യക്തികളുണ്ട്, ഒക്കെയാണ് അവിടെ അതിന് ആവശ്യമാണ്. പക്ഷെ അവിടെയും നമുക്കറിയാം ഇവിടെയും മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആവുന്ന പേഴ്സൺസിനെ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ടാവും. കുറച്ചു പേരെങ്കിലും ഈ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ഒരു കാര്യമായിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ചു പേരെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്രോഡീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. CMO should report to the emergency operations center in the charge located in the nursing. Okay, നമുക്കറിയാം CMO നമ്മുടെ അല്ലെ എത്രയും പെട്ടെന്ന് തന്നെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ്. അതുമായി ബന്ധപ്പെട്ട എമർജൻസി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചാർജ് ആയിട്ട് വരിക. ആ വ്യക്തി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. എന്താ പറയുന്നത് നെക്സ്റ്റ്, ചെക്ക് ഓവർ ദ സ്റ്റാറ്റസ് ഓഫ് എമർജൻസി റൂം ഡിപ്പാർട്ട്മെന്റ് സച്ച് ആസ് facilities, supplies and assets, staffing needs. Okay, നമ്മുടെ എത്രത്തോളം എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് പല സൗകര്യങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. പെട്ടെന്ന് പല സപ്ലൈസ് അല്ലെ, ചിലപ്പോൾ പെട്ടെന്ന് വരുന്ന പേഷ്യൻസ് അവർക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പ്രോബ്ലംസുമായിട്ട് വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പല സാധനങ്ങളും അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഡിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഇൻചാർജ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻചാർജ് ഉള്ള വ്യക്തികളെല്ലാം തന്നെ അവർക്ക് അതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നത്രയും ഏതാണ് പേഴ്സൺസിനെ അല്ലെ ഈ ഒരു എമർജൻസി റൂം അല്ലെങ്കിൽ ഈ എമർജൻസി പ്രൊസീജിയർ കൈകാര്യം ചെയ്യാനായിട്ട് അവൈലബിൾ ആക്കി കൊടുക്കാവുന്നതാണ്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഷുഡ് സെൻഡ് എക്സ്ട്രാ സ്റ്റാഫ് ഈ എമർജൻസി റൂം അവിടെ തീർച്ചയായിട്ടും എക്സ്ട്രാ സ്റ്റാഫുകളെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കേണ്ടത്. ഏത് കോഡാണ് ഇവിടെ പറഞ്ഞത്? ഇത് കോഡാണ് ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ യെല്ലോ കോഡ്. നെക്സ്റ്റ് നോക്കാം, ഡിസൈൻഡ് as a designated staff arrives, each person with their role in the emergency manual plan will receive a job action sheet. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഓരോ പേഴ്സണും ഓരോ ഡ്യൂട്ടി ഉണ്ട്, ഓരോ റോള് ചെയ്യാനുണ്ട് അല്ലെ. അവിടെ ഇങ്ങനെ ഈ ഒരു എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിർത്തുമ്പോൾ അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ അല്ലെ, എന്താണോ ഓരോ പേഴ്സണെയും ലഭ്യമാക്കിയിരിക്കുന്ന ഡ്യൂട്ടി അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. എമർജൻസി മാൻ പ്ലാന് will receive a job action sheet. All other on-duty staff would not otherwise assigned to emergency room positions should remain in their department and maintain normal operation. അപ്പൊ നമ്മളിപ്പോ അധികമായിട്ട് കുറച്ച് പേഴ്സൺസിനെ ഈ എമർജൻസി വിഭാഗത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ കുറച്ച് ഡ്യൂട്ടി പേഴ്സൺസ് ഉണ്ടാവും. അവർക്ക് എന്തായിരിക്കും ഡ്യൂട്ടി ഇവരെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അല്ലെ. പെട്ടെന്ന് അധികമായിട്ട് എമർജൻസി കാര്യം വന്നതുകൊണ്ട് തന്നെ അധികമായിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പേഴ്സൺസ് അവരവരുടെ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടികൾ മാനുവൽ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അത് മാത്രമല്ല നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺ ഡ്യൂട്ടിക്കാര് അവരവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും അബ്രിവേഷൻ കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെയാണോ? അടുത്ത കോഡിലേക്ക് പോകാം. അയച്ചു നോക്കണോ? ഓക്കെ, നമുക്ക് അടുത്ത കോഡിലേക്ക് പോവാം. കോഡ് വയലറ്റ്. കോഡ് വയലറ്റ് എന്ന് പറയുമ്പോൾ അസിസ്റ്റൻസ് ഇസ് നീഡഡ് വിത്ത് ആന ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് ഇൻഡിവിജ്വൽസ്. A code violator should not be activated where a gun or weapon may be involved. അതായത് നമ്മളിപ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സൺ അല്ലെ, അവര് അസിസ്റ്റൻസ് ഈസ് നീഡഡ് വിത്ത് ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ്. ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പേഷ്യന്റ് ആണ്. ഇൻഡിവിജ്വൽസ് ഇങ്ങോട്ട് നോക്കാം. അവിടെ പ്രധാനമായിട്ടും ഈ ഒരു കോഡ് യൂസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കോഡ് വയലേറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേറെ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്. ഒരു ഗണ്ണോ വെപ്പണോ ഒക്കെ ഇൻവോൾവ് ഇവരോടൊപ്പം ഉണ്ട് എങ്കിൽ ഒരിക്കലും കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യരുത്. കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേറെ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്. നമുക്കറിയാം അൺകൺട്രോൾഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ആണ് എങ്കിലാണ് ഈ കോഡ് വയലറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇൻ കേസ് അവരുടെ കയ്യിൽ എന്തോ ഗണ്ണോ വെപ്പണൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ കോഡ് യൂസ് ചെയ്യരുത്. Emergency number 2 initiative code violet had report the location, contact security and nursing supervisor immediately. Immediate അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം. ഇനീഷ്യേറ്റീവ് കോഡ് വയലറ്റ് എന്നുള്ള കാര്യം അറിയിക്കേണ്ടവർ എന്ന് പറയുമ്പോൾ കോൺടാക്ട് സെക്യൂരിറ്റിയെ നഴ്സിംഗ് സൂപ്പർവൈസറിനെയൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോഡ് വയലറ്റ് ആണെന്നുള്ള കാര്യം അറിയിക്കണം. Next, do not attempt to control the out of control individuals. Security will provide instructions for a responding personnel on the type of assistance required. In case നമ്മൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യരുത് എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഇന്റലിജൻസിനെ എന്താണ് ഈ സെക്യൂരിറ്റി ഇൻസ്ട്രക്ഷൻ തരാതെ ഒരിക്കലും നമ്മൾ ഔട്ട് ഓഫ് കൺട്രോളിന്റെ പേഴ്സണെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, റെസ്പോണ്ടിങ് പേഴ്സണൽ ഓൺ ദ ടൈപ്പ് ഓഫ് അസിസ്റ്റന്റ് റിക്വയർഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം പേഴ്സണലായിട്ട് അസിസ്റ്റൻസിന് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാകുന്ന അവർ പറയുന്നത് അനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ലഭ്യമായതിനു ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് മുൻകരുതൽ എടുത്ത് പോകാനായിട്ട് പാടുള്ളൂ. തീർച്ചയായിട്ടും അവര് റെസ്പോണ്ട് ചെയ്യാൻ അവർ പറയുന്നത് സെക്യൂരിറ്റീസ് റെസ്പോൺസ് അനുസരിച്ചിട്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഡു നോട്ട് confront the individual with the weapon. ഒരിക്കലും ആയുധം കൊണ്ട് ആ വ്യക്തിയെ കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയെ കൈകാര്യം ചെയ്യാനായിട്ട് പാടുന്നതുമല്ല. അപ്പൊ കോഡ് വയലറ്റ് എന്താന്നുള്ള കാര്യം മനസ്സിലാക്കുക. അസിസ്റ്റൻസ് വിത്ത് അസിസ്റ്റൻസ് ഈസ് നീഡഡ് വിത്ത് ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ്. ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റിന്റെ കോഡ് ആരംഭിക്കരുത്. എല്ലാ കോഡുകളും നമുക്കറിയാം ഡിഫറെന്റ് കളേഴ്സ് ആണ് അല്ലെ, ബ്ലൂ, ഓറഞ്ച്, റെഡ് അല്ലെങ്കിൽ വയലറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കളേഴ്സ് ആണ്. അപ്പൊ കളേഴ്സ് ഒരിക്കലും മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു കോഡും കൂടി ഉള്ളൂ. ഇന്നത്തോടുകൂടി ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങള് പുറത്ത് മൊഡ്യൂളില് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുത്തിട്ടുണ്ടോ? 10 മൊഡ്യൂളില് ബേസിക് ഇല്ല. നമുക്കെത്താനോ അടുത്ത ക്ലാസ്സില് വരുമ്പോ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ
ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. കോഡ് ബ്രൗണിലേക്ക് പോകാം. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കാം കോഡ് ബ്രൗൺ. An adult patient is missing, lost or abducted from the hospital. അഡൽട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണ് മിസ്സായി പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ, മുതിർന്ന പേഴ്സൺസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ കോഡ് ബ്രൗൺ ഉപയോഗിക്കുന്നത്. ഇൻഫന്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഏത് കളറാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇൻഫന്റ് അതോയാ കളർ കോഡ് നമ്മൾ മാറിപ്പോകരുതിട്ടാണ്. പിങ്ക് പഠിപ്പിച്ചില്ലേ ഫസ്റ്റ്? പഠിപ്പിച്ചില്ലേ പിങ്ക് കോഡ്? പിങ്ക് കളർ കോഡ് പോകരുത്. കോഡ് പിങ്ക് ഓർമ്മയില്ലേ? ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? അഡൽറ്റ് പേഴ്സൺ മിസ്സിംഗ് ആവുമ്പോൾ എന്താണ്? ഇത് കോഡാണ് കോഡ് ബ്രൗൺ. Okay, an adult patient is missing or abducted from the hospital. Hospital കൊണ്ടുപോവുകയോ മിസ്സിംഗ് ആയി പോവുകയോ ചെയ്യുകയാണെങ്കിൽ കോഡ് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. When a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has been abducted or is lost, conduct a unit research. യൂണിറ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഐക്യത്തോട് കൂടിയിട്ട് തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും അല്ലെ, തീർച്ചയായിട്ടും പേഷ്യന്റ് മിസ്സിംഗ് ആണ് എങ്കിൽ അല്ലെ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ സംശയാസ്പദമായിട്ട് പേഷ്യന്റിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് മിസ്സായി ആയി പോകാൻ സാധ്യതയുണ്ട് അല്ലെ. ഒരു യൂണിറ്റിൽ നിന്നായിരിക്കും പേഷ്യന്റ് മിസ്സായി പോകുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഈ വ്യക്തിയെ ചിലപ്പോൾ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും മിന്നലായം പോലെയൊക്കെ അല്ലെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാ, എന്താ ഇങ്ങനെ പോകും പേഴ്സൺസ് ഒക്കെ വ്യക്തിയൊക്കെ കൊണ്ട് പോകുമ്പോൾ. അപ്പൊ അങ്ങനെ തട്ടിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ എന്താണ് അവര് ശരിക്കും പറഞ്ഞ ലോപ്ഡ് എന്ന് പറയുന്നത് എന്താണ് മീനിങ്? വേണ്ട, ലോപ്ഡ് ഒളിച്ചോടി പോവാനും സാധ്യതയുണ്ട് അല്ലെ. പേഷ്യന്റൊക്കെ ചിലപ്പോണെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത് പോയിട്ട് ചിലപ്പോൾ പ്രായമായ പേഴ്സൺസ് ഒക്കെ വീട്ടിലേക്ക് ആരോടും പറയാനൊക്കെ എനിക്ക് പോകും. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. ഉണ്ടാവും. ചില സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, തട്ടിക്കൊണ്ടു പോണത് കാണാറുണ്ട് അല്ലെ, രോഗികളൊക്കെ തട്ടിക്കൊണ്ടു പോകാൻ അഫക്റ്റഡ്. അപ്പൊ ഒന്നില്ലെങ്കിൽ അവർക്ക് സ്വമേധയെ തന്നെ ഇഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ എന്താണ് തിരിച്ച് നടത്തും അല്ലെ. തീർച്ചയായിട്ടും നമ്മളൊരു രോഗിയെ പോയി കഴിഞ്ഞാൽ എന്താണ് എത്രയും പെട്ടെന്ന് രോഗിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തും അല്ലെ. then എന്താണ് തിരിച്ചെത്തിയില്ലെങ്കിലാണ് നമ്മൾ കോഡ് ബ്രൗൺ എപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലെ. And it is suspected that the patient has been abducted or is lost. Conduct a unit search if the patient does not return. Ask the operator to initiate the code brown. Okay, നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ടും നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തിയില്ല എങ്കിൽ അവിടെ കോഡ് ബ്രൗൺ രീതിയിൽ കോഡ് ബ്രൗൺ ആണ് അതിന് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. Then notify security and providing a physical description of the patient. ഭൗതികമായിട്ടുള്ള എന്താണ് തച്ചതും നിറം കുറഞ്ഞതും അല്ലെ വിഷയുള്ളതും അങ്ങനെ ഉള്ള റെപ്രസെന്റേഷൻ, ഫിസിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ദ പേഷ്യന്റ് ക്ലോത്തിങ് ഓൺ ബൈ ദ പേഷ്യന്റ് വെൻ ലാസ്റ്റ് വിട്ടുപോയപ്പോൾ അല്ലെ കാണാതെയായപ്പോൾ ധരിച്ചിരുന്ന വേഷം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്തു കൊടുക്കുന്നു. Then notify SMA on all guest relation manager. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്യേണ്ടവരൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്യണം അല്ലെ. SMA എന്ന് പറയുന്നത് എന്താണ്? സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. SMA എന്ന് പറയുന്നത് സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്.
കിട്ടിയോ? ഓക്കെ, അപ്പൊ ഗസ്റ്റ് റിലേഷൻ മാനേജറിനൊക്കെ അസിസ്റ്റ് ചെയ്യുക, അതൊക്കെ അത് കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? Notify the patients attending physical and on call, notify the nursing supervisor on duty, notify family as well. നമ്മളിതെല്ലാം കണ്ടെത്തി അല്ലെ, അവരെ തട്ടിക്കൊണ്ട് പോയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി ഇല്ല അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ മാത്രം അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നോട്ടിഫൈ ദ പേഷ്യന്റ് ഫിസിഷ്യൻ ആൻഡ് ഓർ സ്റ്റാഫ് ഓൺ കോൾ. നമുക്കറിയാം പേഷ്യന്റിന്റെ ഫിസിഷ്യൻ ആരാണോ അവരെയൊക്കെ ഇൻഫോം ചെയ്യുക, സ്റ്റാഫ് ഓൺ കോൾ വഴിയൊക്കെ കൈകാര്യം ചെയ്യുക. നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി, നോട്ടിഫൈ ഫാമിലി ആസ്. നമുക്കറിയാം അതിന്റെ ആ ഒരു സൂപ്പർവൈസർ അല്ലെ, സൂപ്പർവൈസറിന്റെ സൂപ്പർവൈസറിനെ അറിയിക്കുക. ഫാമിലിനെ നോട്ട് ചെയ്യുക, പേഴ്സണിനെ കാണാനുള്ള ഒരു മിസ്സിംഗ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുക. അപ്രോപ്രിയേറ്റ് നഴ്സിംഗ് സൂപ്പർവൈസർ വിൽ കോൺടാക്ട് ദ അഡ്മിനിസ്ട്രേറ്റർ ഓൺ കോൾ. ഓക്കെ, അതിന് കൈകാര്യം ചെയ്യാനായിട്ട് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഫാമിലിനെ അറിയിക്കുക. ആ ഫാമിലിനെ അറിയിച്ചു കഴിഞ്ഞാൽ സൂപ്പർവൈസർ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള വ്യക്തി കൃത്യമായിട്ട് ഇങ്ങനെ വ്യക്തിയെ കാണാനില്ല എന്നുള്ള കാര്യം പോലീസിനെയും അറിയിക്കും. ഓക്കെ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ പോലീസിനെ അറിയിക്കുന്ന ആരാണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുന്നത് ആരാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ, അഡ്മിനിസ്ട്രേറ്റർ ഓൺ കോൾ വഴിയായിട്ട് പോലീസിനെ അറിയിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് social work. Nursing staff will assist the patient's family members and the staff during the crisis upon locating the patient. Okay, അവിടെ പേഷ്യന്റുമായിട്ട് ലൊക്കേറ്റ് ചെയ്തുള്ള പ്ലേസിൽ അത് കണ്ടെത്തിയിട്ട് അവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ വർക്ക് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ. അതില് സോഷ്യൽ വർക്ക് നഴ്സിംഗ് സ്റ്റാഫ് will assist the patient's family members. നമുക്കറിയാം, ഒരു വ്യക്തിയെ കാണാതെയായി എന്ന് പറയുമ്പോൾ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫാമിലിയുമായിട്ട് കുറച്ച് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ് ഒക്കെ അസിസ്റ്റന്റുകളൊക്കെ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഒരു അത്യാവശ്യം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ലൊക്കേറ്റിംഗ് ദ പേഷ്യന്റ് and notify the in-charge nurse and the nursing station, nursing supervisor. നിങ്ങളുടെ NSG തന്നെയാണോ നിങ്ങളുടെ കിടക്കുന്നത്? ആണോ? NSG എന്നാണോ കിടക്കുന്നത്? ആണോ? nurse and the NSG സൂപ്പർവൈസർ എന്നാണോ കിടക്കുന്നത്? Patient has been located and describe the patient's status. ഇപ്പോൾ the patient status എന്താണെന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. നഴ്സിംഗ് സൂപ്പർവൈസർ എന്താ പറയുന്നത്? Okay. Supervisor that the patient has been located and describe the patient's status. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ പേഷ്യന്റ് എവിടെയാന്നുള്ളത് എപ്പോഴും കണ്ടെത്തണം അല്ലെ. ഇപ്പൊ നമുക്കറിയാം പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്യുമ്പോൾ അവര് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. അപ്പൊ ഇൻഫോം ചെയ്യുന്നത് അനുസരിച്ചിട്ട് അറിയിക്കേണ്ടവരൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുക. Then the in-charge nurse will contact the attending physician or on-call house staff that patient has returned to the unit. Okay.
നമ്മൾ അതിനുശേഷം എന്താണ് ഓൺ കോളിൽ ഹൗസ് സ്റ്റാഫ് പേഷ്യന്റുമായിട്ട് യൂണിറ്റിലേക്ക് തിരിച്ചു വരുന്നു. അസസ് ആൻഡ് ഡോക്യുമെന്റ് ദ പേഷ്യന്റ് സ്റ്റാറ്റസ്. പേഷ്യന്റിന്റെ സ്റ്റാറ്റസിൽ കൃത്യമായിട്ടുള്ള രോഗിയെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നടപടികളിലേക്ക് പോകാം. കണ്ടെത്തിയില്ലെങ്കിൽ പേഷ്യന്റിന്റെ അപ്പോഴത്തെ സ്റ്റാറ്റസിലേക്ക് പോകാം. എപ്പോഴും എന്താണ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഇവരൊരു ഡീലിങ്സ് നടത്തേണ്ടത്. തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഡീലിങ്സ് നടത്തുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ബൈഹാർട്ട് ആയിട്ടൊന്നും പഠിക്കണം വേണ്ട. പക്ഷെ ഈ കോഡുകൾ ബൈഹാർട്ട് ആയിട്ട് പഠിക്കുക. ഏത് കോഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഓൺകോളായിട്ടുള്ള ഹൗസ് സ്റ്റാഫുകൾ അവരെ അല്ലെ അവരുടെ പേഷ്യന്റിൻ്റെതായിട്ടുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് ഹാസ് റിട്ടേൺ ടു ദ യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻ. വ്യക്തിയെ നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഇൻചാർജ് നഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി തുടങ്ങുന്നത്. വ്യക്തിയെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫൈ ഇൻചാർജ് നഴ്സ് അത് ഇൻചാർജ് നഴ്സ് എന്നിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറിനെ ഇൻഫോം ചെയ്യണം. ദെൻ എന്താണ് സ്റ്റാറ്റസ് അവരുടെ കൃത്യമായിട്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ അത് ഇൻഫോർമേഷനൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരെ അറിയിക്കണം. ദെൻ എന്താണ് അതേപോലെ തന്നെ ഇൻചാർജ് പേഴ്സൺ തന്നെ അറിയണം. ഡോക്ടറിനെയും അറിയിക്കേണ്ടത് അല്ലെ ഇന്ന രോഗിയുടെ സംഭവം കണ്ടെത്തിയിട്ടുണ്ട് എന്നതൊക്കെ ഇൻചാർജ് പേഴ്സൺ തന്നെയാണ് ഡോക്ടറിനെയും അറിയിക്കേണ്ടത്. ദെൻ ഡോക്യുമെന്റ് അതിനുശേഷം എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം അവരും കൂടി ചേർന്ന് തന്നെ തയ്യാറാക്കണം. അതാണ് അസസ് ആൻഡ് ഡോക്യുമെന്റ് ആയിട്ട് പേഷ്യന്റ് സ്റ്റാറ്റസ്. ക്ലിയറായോ? ആ ഒരു കുറച്ച് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ചെറിയ പോയിന്റ്സ് അത് ഇൻ കേസ് വന്നു കഴിഞ്ഞാലുള്ളത് ഇൻചാർജ് കോൺടാക്ട് ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഓൺ കോൾ ഹൗസ് സ്റ്റാഫ് ദ പേഷ്യന്റ് ഹാസ് റിട്ടേൺ ടു യൂണിറ്റ്. ദെൻ അതിനുശേഷം അവരുടെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ അവരുടെ സ്റ്റാറ്റസ് ഡോക്യുമെന്റ് പേഷ്യന്റ് സ്റ്റാറ്റസ് ഒക്കെ വിലയിരുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അടുത്ത ഭാഗം ക്ലിയർ ആണോ? അപ്പോ അടുത്ത ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ദിവസം. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.